ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇത്. അതുപോലെ തന്നെ ഇനി നോമ്പൊക്കെ അല്ലേ വരാൻ പോണത്, നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടെയാണ് നമ്മുടെ വീട്ടിലെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടും അതുപോലെ തന്നെ പൊന്നിയരി വെച്ചിട്ട് പച്ചരി വെച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നാഴി റേഷൻ കടയിലുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ലോണം തിളച്ച വെള്ളം ചേർത്ത് ഓവർനൈറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അത് രാവിലെ ആയപ്പോഴത്തേക്കിന് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അരി അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ മുട്ടയും കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മിക്സഡ് ജാറിലേക്ക് കുറച്ച് അരി ഇട്ടതിന് ശേഷം 1 നാഴിക്ക് 2 മുട്ട എന്ന തോതിലാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് അരി ഇട്ടതിന് ശേഷം 2 മുട്ടയും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. 2 മുട്ടയും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ഏറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഏറിപ്പോയി കഴിഞ്ഞാൽ എണ്ണ നല്ലോണം കുടിക്കും. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ചെറിയ ഉള്ളിയും കൂടെ വേണം. അത് ഞാൻ ഒന്നെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക ചെയ്യണം. എന്നിട്ട് അതും ഈ മാവിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മാവ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ചുട്ടെടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കണ ആ ഒരു ടൈം ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിലായിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. അധികം ടൈറ്റാണ് തോന്നുകയാണെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചുട്ട് കൊടുക്കുന്ന ആ സമയത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചുടുന്ന സമയത്ത് എണ്ണ കുടിക്കും. അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ഏറി പോവുകയാണെന്നുണ്ടെങ്കിൽ ലേശം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം ചൂടായിട്ട് നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഓരോ തവി മാവ് വീതം ഒഴിച്ച് ചുട്ടെടുക്കണം. മാവ് കോരി ഒഴിച്ച് ഇത് പൊങ്ങി വരാനുള്ള ആ ഒരു ടൈമിൽ നമ്മൾ ചട്ടകം കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അടിവശം ഏകദേശം ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ചുട്ടെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉൾവശം വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിക്കണ ആ സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ സിമ്മിലേക്കോ മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ മാറ്റിയിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അധികം എണ്ണയൊന്നും കുടിക്കൂല. നമ്മൾ ആ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ഏറിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് അതിൻ്റെ 2 വശം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഓരോന്നും ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചുട്ടെടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി വന്ന് കഴിഞ്ഞാൽ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും പൊങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ചട്ടിയിലേക്ക് മാറ്റാം. അങ്ങനെ കൂടുതൽ ആയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ അത് കണ്ടോ, മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. ഇങ്ങനെ വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്. കണ്ടോ, ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ, നല്ലോണം ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കട്ടൻ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് അടിപൊളിയാട്ടോ.